ഹലോ മമ്മിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്റെ മാമ നെല്ലിക്ക പച്ചടി ഉണ്ടാക്കാൻ പോണതാണ്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 9 നെല്ലിക്ക ഞാനിവിടെ അടത്തി വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, ഒരു 10 ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 വറ്റൽമുളക്, കുറച്ച് വേപ്പില, 1.5 കപ്പ് തേങ്ങാപ്പാൽ, ഒരു 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, കടുകുണ്ട്, എണ്ണയുണ്ട്. നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ചുമന്നുള്ളി ഇതും കൂടി നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. ഞാൻ നെല്ലിക്ക ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ 3 കൂട്ട സാധനങ്ങളും അത് ഞാൻ ചതച്ചൂടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് ഇത്തിരി കടുകിടുക. ഇതിനകത്തേക്ക് നമുക്ക് ഉണക്കമുളകും വേപ്പിലയും ഇടാം. ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചേക്കണ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും അതും ചേർക്കാം. നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അല്പം മഞ്ഞപ്പൊടി, കുറച്ച് മതി കേട്ടോ. മഞ്ഞപ്പൊടി അധികം കൂടണ്ട. പച്ചക്കറിക്ക് മഞ്ഞപ്പൊടി വേണ്ട, എന്നാലും ഇതിനൊത്തിരി മഞ്ഞപ്പൊടി വേണം. ഇത് ഈ മഞ്ഞപ്പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന നെല്ലിക്കയും കൂടി ചേർക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ ഇളക്കണം കേട്ടോ. എന്നിട്ട് ഞാനിതിനകത്തേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ചെയ്താലും ടേസ്റ്റാണിത്. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ കറി. ഈ തേങ്ങാപ്പാൽ കിടന്നിട്ട് ഈ നെല്ലിക്കൊന്ന് വേകട്ടെ, വെന്തൊന്നും വറ്റട്ടെ കേട്ടോ. ഇത് നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം തണുക്കട്ടെ കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് തൈര് ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തണുത്തിട്ട് മാത്രം നമുക്ക് തൈര് ചേർക്കാം. നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്ത് വെച്ചേക്കണ ഈ തൈരും കൂടി ചേർക്കണേ കേട്ടോ. പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. ആ പുളി ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഇത്തിരി പഞ്ചസാര കൂടി ചേർക്കണം കേട്ടോ. അപ്പം നമ്മുടെ നെല്ലിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.